സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉന്നതരാണ് അല്ലേ? നമ്മുടെ ചർച്ചിലും അവരുടെ ശുശ്രൂഷകൾ വളരെയധികം മഹത്തരമായത് തന്നെയാണ്. നമ്മുടെ ലേഡീസ് ടീം നല്ലൊരു പെർഫോമൻസുമായി എത്തിയിട്ടുണ്ട്. വെൽക്കം ലേഡീസ് ടീം. തൊഴിമാരെ വരൂ വരൂ, നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. നമ്മുടെ കുമാരിയെ നന്നായി ഒന്ന് അണിയിച്ചൊരുക്കണം. നമ്മുടെ രാജാവ് കണ്ടാൽ ആകർഷിക്കുന്ന രീതിയിൽ നമുക്ക് അണിയിക്കണം. അല്ലയോ കുമാരി, വരുന്ന ആഴ്ചയിലല്ലേ കുമാരിയുടെയും രാജാവിൻ്റെയും വിവാഹം? എന്നിട്ട് എൻ്റെ മുഖത്തി വിഷാദഭാവം? നോക്കൂ കുമാരി, വില കൂടിയ രത്നങ്ങൾ പതിപ്പിച്ച മാലകൾ, രത്നങ്ങൾ പതിപ്പിച്ച വസ്ത്രങ്ങൾ, എല്ലാറ്റിനേക്കാളും ഉപരി രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളെന്ന സ്ഥാനം. എന്നിട്ടും എന്തേ ഇതിന് മനസ്സ് വെക്കാത്തേ? അവൾക്കിതൊന്നും താല്പര്യമില്ല. അവൾ അവളുടെ മണവാളനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ എന്തു സുഖസൗകര്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവൾക്കതിൽ സന്തോഷിക്കാൻ കഴിയുകയില്ല. ആണോ? എങ്കിൽ നമുക്ക് കുമാരിയോട് തന്നെ ചോദിക്കാം, കുമാരിയുടെ പ്രിയന്റെ വിശേഷതകൾ എന്താണെന്ന്. നമുക്ക് ഇവിടുത്തെ നന്മകളൊക്കെ കുമാരിക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു പക്ഷേ മനസ്സ് മാറിയാലോ? അതെ അതെ, ഇതൊക്കെ കണ്ടാൽ ആരാ ഇതിനൊക്കെ ഒന്നണിയാനും ആസ്വദിക്കാനും ആഗ്രഹിക്കാത്തത്? ഹോ, ഞാനെങ്ങാനും ആയിരിക്കണം. അല്ലെങ്കിൽ രാജാവിനിത് എന്തിൻ്റെ കേടാണ്? ഇരുൾ നിറം പറ്റി വെയിൽ കൊണ്ട് കറുത്ത ഇവളാണോ ഈ ഞാനാണോ സുന്ദരി? അല്ലയോ കുമാരി, രാജാവ് നിന്നെ എത്ര സ്നേഹിക്കുന്നു എന്നറിയാമോ? രാജാവ് നിനക്കു വേണ്ടി വെള്ളി മണികളോട് കൂടിയ സുവർണ സരപ്പിളിമാല ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോ, ഇവിടെ ജീവിച്ചാൽ എന്താ സുഖം! ആഹാരത്തിന് ആഹാരം, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, എത്ര സിനിമകൾ വേണമെങ്കിലും കാണാം. ലോകരാജ്യങ്ങളിൽ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി, രാജാവ് കുമാരിയെ കൊണ്ടുപോകും. ഓ, ഞാനും ഇതുപോലെ എൻ പ്രിയനെ പോൽ സുന്ദരനാമെന്നും പാടി നടന്നതാ. അന്ന് എന്താ ദാരിദ്ര്യമായിരുന്നു. ഇപ്പോൾ നോക്ക്, വില കൂടിയ വസ്ത്രങ്ങൾ. തോഴിയായാൽ എന്താ, BMW കാറിലല്ലേ സഞ്ചാരം. നമുക്ക് കാവൽ നിൽക്കാൻ ചുറ്റും കാവൽക്കാരുമുണ്ട്. അതെ അതെ, നിന്നെ ഒരു രാജ്ഞിയാക്കി ഇവിടെ വാഴിക്കാം. നിനക്കിഷ്ടമുള്ള പോലെ അണിഞ്ഞൊരുങ്ങാം. ഓ, പണി ഏറ്റു.
നോക്കൂ, എനിക്ക് പൂർണ്ണ സമ്മതമാകുന്നത് വരെ രാജാവിനെ അറിയിക്കരുത്. എനിക്ക് പതുക്കെ എൻ്റെ പ്രിയനെ മറക്കാൻ കഴിയുകയുള്ളൂ. അയ്യോ, എന്റെ പ്രിയന്റെ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? ഞാനിപ്പോൾ എങ്ങനെ വാതിൽ തുറക്കും? ഇതൊന്നും വേണ്ടായിരുന്നു. എന്റെ പ്രിയൻ വന്ന് വിളിച്ചു. ഞാൻ ടാബിൽ ബിസി ആയിരുന്നു, സോഷ്യൽ മീഡിയയിൽ ബിസി ആയിരുന്നു. നാളെ എനിക്ക് ടൂറ് പോകാനുള്ള സ്ഥലം തിരയുകയായിരുന്നു. ഏത് വസ്ത്രം ധരിക്കണം, ഏത് മാല ധരിക്കണം എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയൻ വന്നു പോയി. ഇനി എനിക്കൊന്നും വേണ്ട, എൻ്റെ പ്രിയനെ മതി. പോകുന്നത്. അതെ അതെ, നമുക്ക് പോയി പിടിച്ചുകൊണ്ടുവരാം. എന്നെ വിടൂ, എന്നെ വിടൂ. എന്റെ പ്രിയൻ എന്നെ വിളിക്കുന്നു, എനിക്ക് പോകണം. പറ്റില്ല കുമാരി, രാജാവ് നമ്മെ ശിക്ഷിക്കും. കുമാരി വാ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൽ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൽ രാജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. ഈ ലേഡീസിൻ്റെ ഈ സ്കിറ്റിൽ കൂടി നമുക്ക് തന്നത് വളരെ ശക്തമായ ഒരു സന്ദേശമാണ്. വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ പതറിപ്പോകാതെ ഈ ക്രിസ്തുവിനെ കിട്ടിയ സന്തോഷത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അന്ത്യം വരെയും പിടിച്ചു നിൽപ്പാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സഭയിൽ ചേർക്കാൻ കർത്താവ് വരുമ്പോൾ ആ കാഹളത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ നമുക്ക് കഴിയും. നിത്യമായ രക്ഷയിലേക്ക് നമുക്ക് കിടക്കുവാൻ, ആ പ്രാണനാഥൻ്റെ മുഖം കാണുവാൻ നമുക്ക് കഴിയും. അശ്വരമായ ലോകത്തു നിന്ന് കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടി നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ വഴിയിൽ നഷ്ടപ്പെട്ടു പോകും. നിത്യമായ ആ രക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു നിത്യമായ നരകത്തിൽ നമ്മൾ പോകേണ്ടി വരും. അതാണ് ഈ സ്കിറ്റിൽ കൂടി സഹോദരിമാർ ഇവിടെ അവതരിപ്പിച്ചത്. മണവാട്ടി സഭയായി തീരുവാൻ നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങേക്കു തുല്യനായ
സ്നേഹം